ഈ രണ്ട് കുട്ടികളെ നിങ്ങൾ ആരെങ്കിലും അറിയണവരുണ്ടെങ്കിലേ ഒന്ന് അറിയിക്കൊണ്ടിട്ടോ, പ്രിയപ്പെട്ടവരെ കമൻറ്റിലൂടെ ഒന്ന് അറിയിച്ചാൽ മതി. കുട്ടീനെ ഈ രണ്ട് കുട്ടികളെ അറിയോ ആരെങ്കിലും? അല്ല, ഇത് രണ്ട് കുട്ടികളല്ലല്ലേ, ഒരേ കുട്ടിയാണിത്, ഒരേ കുട്ടിയാണിത് എന്നാണ് ഇപ്പോൾ എന്നോടൊരാൾ പറഞ്ഞേ. കാരണം ഈ കുട്ടീൻ്റെ അവിടെ അടയാളം കണ്ടൊരു കറുത്ത പുള്ളി, അത് ആ ഒരേ കുട്ടി തന്നെയാണ്. അത് ഈ കുട്ടീനോടേ പിന്നെ ഈ കുട്ടി നല്ല സംസാരിക്കാൻ കഴിവുള്ള ആളാണ് കേട്ടോ. അപ്പോൾ ഈ കുട്ടി നല്ല വിമർശനം നടത്തുന്ന ആളാണെന്നൊക്കെ എന്നോട് ഒരാൾ പറഞ്ഞത്. ഈ കുട്ടി നല്ലോണം വിമർശനം നടത്തും, മതപണ്ഡിതന്മാരെയും ദീന് പറയുന്നവരെയും അതുപോലെ തന്നെ തട്ടൊക്കെ ഇട്ട് നടക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ, മുറുക്കിയൊക്കെ ഇട്ട് നടക്കുന്ന ആളുകൾ, ഓലയൊക്കെ കണ്ടാൽ നല്ലോണം വിമർശിക്കും അത്രേ. അപ്പോൾ നല്ലോണം വിമർശിക്കും. അപ്പോൾ മുപ്പത്തിരി തട്ടിടാതെയാണ് വിമർശിച്ചിരുന്നത്. അപ്പോൾ ആരോ പറഞ്ഞത്രേ, ഇങ്ങനെ തട്ടിടാതെ വിമർശിച്ചാൽ അത്ര റീച്ച് കിട്ടൂല. ഉസ്താദുമാരൊക്കെ ചീത്ത പറയുമ്പോൾ ഒരു തട്ടം തലയിലുണ്ടെങ്കിൽ നല്ല റീച്ച് ആക്കണം. ഉസ്താദുമാരെ ആ മതത്തിലുള്ള പെൺകുട്ടികൾ തന്നെ ചീത്ത പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഷെയർ ചെയ്യും. അതുകൊണ്ട് തട്ടട്ടില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഇത്രയും കുട്ടി ഒരു മഞ്ഞത്തട്ടാണോ സത്യം എന്നറിയില്ല. ഏതായാലും വേണ്ടില്ല, നമുക്കേ ഇതൊരു നല്ല പരിപാടിയാണിത്. ഇപ്പം ഇന്ന് ഈ കുട്ടീൻ്റെ ഒരു ഇത് ഞാൻ കേട്ടേ, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ ചീത്ത പറയാം, കാന്തപുരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഈ കുട്ടീൻ്റെ താഴെയുള്ളതായിരിക്കും ആ ജാതി വർത്താനം. ഞാനിങ്ങനെ ആലോചിച്ചു, ഏതായാലും ഇപ്പോൾ കാന്തപുരം AP അബൂബക്കർ ഉസ്താദിൻ്റെ ഒരു ആ പ്രസ്ഥാനത്തിലുള്ള ആളൊന്നുമല്ല ഞാൻ. എന്നാലും ഞാനിങ്ങനെ ആലോചിച്ചു, അയാൾ എത്രയോ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കൊക്കെ പിന്നെ കോളേജുകളുണ്ടാക്കി ആയിരക്കണക്കിന് എത്തിയും കുട്ടികൾക്കൊക്കെ അദ്ദേഹം പിന്നെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഒരു എത്തിയും കുട്ടീനെങ്കിലും ദത്തെടുത്തുകൊണ്ട് ഈ കലബല പറയുകയാണെങ്കിൽ എത്ര നന്ദിയെന്നോന്ന് ആലോചിച്ചു. ഈ കുട്ടീൻ്റെ പേരെന്തെന്നു? നാദിയ എന്ന് പറയുന്ന ഈ മോള് ഒരു എത്തിയും കുട്ടീനെങ്കിലും ഒരൊറ്റ ഒന്നിനെ ദത്തെടുത്തുങ്ങാണ്ട് പിന്നെ കാന്തപുരം ഉസ്താദിനെ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഒന്ന് ഉഷാറായി എന്നിങ്ങനെ തോന്നാം. അദ്ദേഹം ഒരു 1000 ചെല്ലാനൊക്കെ കുട്ടികൾക്കൊക്കെ എന്താ ഭക്ഷണം, എത്തിയും കുട്ടികൾക്ക് ഭക്ഷണമൊക്കെ കൊടുക്കേണ്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ കുറേ ഉണ്ട്. അതിൽ പെൺകുട്ടികളുണ്ട്, ഫ്രീ ആയിട്ട്, അത് മതപരമായിട്ടും ഭൗതികമായിട്ട് ഇൽമുകളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ മൂപ്പത്തിരി നാദിയാക്ക് എല്ലാവരും വലുതുണ്ടാവേക്കണം. ഏതായാലും ചീത്തൊക്കെ പറയാൻ മാത്രമുള്ള പവറൊക്കെ നാദിയാക്ക് ഉണ്ടെങ്കിൽ അത് കുറച്ച് മേലെ തന്നെ ആക്കണം. കാന്തപുരം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയണത്, ഞാൻ കേട്ടത്, ഒരാൾ എനിക്ക് തന്ന്. അപ്പോൾ സംഗതി ഓക്കെ കേട്ടോ, രണ്ട് കുട്ടി ഒന്നാണ്. ഇതിൽ മാറ്റങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടല്ലോ. ആദ്യത്തേത് റീച്ച് കുറവ്, രണ്ടാമത്തേൽ റീച്ച് കൂടുതൽ. കാരണം റീച്ച് കൂടുതൽ കിട്ടണമെങ്കിൽ ഉസ്താദ്മാരെ പറയുമ്പോൾ തട്ടം നിർബന്ധം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രിയപ്പെട്ട നാദിയ മോൾക്ക് നല്ല റീച്ച് കൊടുക്കട്ടെ, നല്ല റീച്ച്, നല്ല ക്യാഷും യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നൊക്കെ നേടിയെടുക്കാൻ അള്ളാഹു നല്ല റീച്ച് കൊടുക്കട്ടെ. ഏതായാലും ഉസ്താദ്മാരെ കാന്തപുരത്തിനെ പറയാൻ മാത്രമൊന്നുള്ളൊരു ചങ്കൂറ്റൊന്നും ഇതിനില്ലെന്ന് ഞാൻ മനസ്സിലാക്കണം. ഉണ്ടോ? ഒരിക്കലും ഉണ്ടാകാം. പറയുകയൊക്കെ ചെയ്യാം. ഒരു കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ 1000 കുട്ടികൾക്ക് എത്തിയും കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അതിന് നമുക്കൊരു 1000 പോട്ടെ, ഒരു 500 പോട്ടെ, 100 പോട്ടെ, ഒരു 10 എണ്ണത്തിന് ഇതെടുത്ത് നോക്കിയിട്ട് കടകടാന്ന് പറയുകയാണെങ്കിൽ ഓക്കെ ആയിരുന്നു. പക്ഷെ അത് അല്ലാതെ ഈ ഫേസ്ബുക്കിൽ കടന്ന് പടപടാന്ന് പറയാൻ കഴിക്കാത്ത